ഹായ് ഓൾ. റൊമാൻറ്റിക് പൊയട്രിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കവിതയാണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. പി ഷെല്ലി എഴുതിയ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പി ഷെല്ലിയുടെ ഫുൾ നെയിമാണ് പേഴ്സി ബൈഷ് ഷെല്ലി എന്ന് പറയുന്നത്. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ഇസ് എ ഫേമസ് ലിറിക് പോയം ബൈ പി ഷെല്ലി റിട്ടൺ ഇൻ 1819 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1820 ഇൻ പ്രോമിറ്റ്യൂസ് അൺബൗണ്ട് ആൻഡ് അതർ പോയംസ്. സോ ആ ഒരു കളക്ഷൻ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. 1819 എഴുതുകയും 1820 പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. ഇതൊരു ഇൻഡിവിജ്വൽ പോയമായിട്ടല്ല, ഒരു കളക്ഷൻ ഓഫ് പോയത്തിനകത്താണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ഉള്ളത്. ആ കളക്ഷൻ്റെ പേരാണ് പ്രൊമിറ്റ്യൂസ് അൺബൗണ്ട് ആൻഡ് അതർ പോയംസ്. ഒന്ന് നോക്കി വയ്ക്കുക. ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നുമാണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് അടങ്ങുന്ന കളക്ഷൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്രൊമിറ്റ്യൂസ് അൺബൗണ്ട് ആൻഡ് അതർ പോയംസ്. So it is one of the greatest poems of the Romantic age. In this poem, Shelley addresses the west wind as a powerful force of nature and asks it to inspire him and spread his ideas throughout the world. ഷെല്ലിയുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കുറച്ചധികം തന്നെ ഒരു റിബലായിട്ടുള്ളൊരു മനുഷ്യൻ കൂടെ ആയിരുന്നു. റിബലായതിൻ്റെ കാരണത്താൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇനി പഠിക്കേണ്ട എന്ന് കരുതി പുറത്താക്കിയ ഒരു ചരിത്രം കൂടെയുണ്ട് നമ്മുടെ ഷെല്ലിക്ക്. അപ്പോൾ അദ്ദേഹം ഈ കവിതയിൽ ഷെല്ലി പടിഞ്ഞാറൻ കാറ്റിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, വെസ്റ്റ് വിൻഡിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. വിൻഡിനെ വെറും നമ്മൾ കാണുന്ന നേച്ചറിലുള്ള ഒരു സംഭവം, ഒരു നേച്ചുറലായിട്ടുള്ളൊരു കാര്യം എന്നതിൽ കവിഞ്ഞ് ഒരു പവർഫുൾ ഫോഴ്സും ആ കാറ്റ് അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ റെബലിയസ് ആയിട്ടുള്ള എല്ലാ ഐഡിയകളും ത്രൂ ഔട്ട് ദി വേൾഡിലേക്ക് എത്തിക്കാൻ കാറ്റിനോളം കെൽപ്പുള്ള ഒന്നുമില്ല എന്നൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാലും എവിടേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അതാണ് കാറ്റ്. നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പഴഞ്ചൊല്ലാണ് കാറ്റിനെതിരെ വേലി കെട്ടാൻ പറ്റില്ല. വേലിയല്ല മതിലല്ല എന്ത് കെട്ടിപ്പടുത്ത് ഉയർത്തി കഴിഞ്ഞാലും കാറ്റിന് എത്താൻ പറ്റാത്തൊരു സ്ഥലമില്ല. സോ ആ ഒരു ഇമേജറിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ടിനെയെല്ലാം ലോകമെമ്പാടും ഈ ഒരു കാറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് കവിത വരുന്നത്. കവിതയ്ക്കകത്തുള്ള കാര്യം നേച്ചർ ഇമേജറി, പ്രകൃതിയുടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ റെവല്യൂഷണറി സ്പിരിറ്റ്, ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പിരിറ്റാണ് അദ്ദേഹം എഴുതുന്നത്. ദെൻ ഓൾസോ പേഴ്സണൽ സഫറിങ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, അതിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള നമ്മുടെ ഒരു സ്വന്തമായിട്ട് വരുന്ന പേഴ്സണൽ ഫീലിങ്ങിനെ പറ്റിയിട്ടും സഫറിങ്ങിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഹീസ് ഹോപ്പിംഗ് ഫോർ എ റിന്യൂവൽ ആൻഡ് ചേഞ്ച്. ഇതൊക്കെ മാറും, ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഇതെല്ലാം മാറിയിട്ട് ഇവിടെ നല്ലൊരു കാലം വരും എന്നൊരു രീതിയിലാണ് കവിത, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. സോ ഇവിടെ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ സിംബൽ ഓഫ് ബോത്ത് ഡെസ്ട്രക്ഷൻ ആൻഡ് ക്രിയേഷൻ. ഒരേ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എല്ലാം നശിച്ചു പോകും. സമയം തന്നെ ഈ കൊടുങ്കാറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ക്രിയേഷനും ഉണ്ടാവും. സോ കാറ്റ് തന്നെ രണ്ടുമായിട്ട് മാറുകയാണ്, നശിപ്പിക്കുന്ന ആളും എന്നാൽ അതിനോടൊപ്പം തന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന ആളുമായിട്ട് നമ്മുടെ കാറ്റ് മാറുന്നുണ്ട്. സോ ഇനി കവിതയുടെ പേരെന്തായിരുന്നു, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്നാണ്. അപ്പോൾ എന്താണ് ഓടെന്ന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഓർമ്മയില്ലാത്തവർ പെട്ടെന്ന് ഓർത്തെടുത്തോളൂ. ആൻ ഓഡ് ഈസ് എ ലിറിക് പോയം ദാറ്റ് എക്സ്പ്രസസ് അഡ്മിറേഷൻ, പ്രൈസ് ഓർ ഡീപ് റിഫ്ലക്ഷൻ ടുവേർഡ്സ് എ പേഴ്സൺ, ഒബ്ജക്റ്റ്, ഐഡിയ ഓർ ഫോഴ്സ് ഓഫ് എ നേച്ചർ ഇൻ ആൻ എലിവേറ്റഡ് സ്റ്റൈൽ. അപ്പോൾ ഓടെന്ന് പറയുന്നത് അതൊരു ലിറിക്കൽ പോയമാണ്, നമ്മൾ കവിതയായിട്ട് എഴുതുന്നതാണ്, വിശദീകരിച്ച് എഴുതുന്ന ഒരു കവിത തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും നമുക്കുള്ളൊരു ആരാധന അല്ലെങ്കിൽ അവർ നമ്മൾ പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വസ്തുവിനോടോ ഒബ്ജക്റ്റിനോടോ ഐഡിയയോടോ ഇനി ഈവൻ ഒരു പേഴ്സണോടോ തോന്നുന്ന ആ ഒരു വികാരത്തിന് അയാളോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ എഴുതുന്നതിനാണ് ഓടെന്ന് പറയുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ഒരു കവിത എഴുതുന്നത് നമ്മുടെ ഷെല്ലി ഫ്ലോറൻസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു ഓട്ടം സമയത്തെത്തുമ്പോഴാണ്. അപ്പോൾ ഓട്ടം എന്ന് പറയുന്നത് ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സമയമാണ്. സോ ആ ടൈമിൽ അദ്ദേഹം ഫ്ലോറൻസിൽ പോകുമ്പോഴാണ് ഈ കവിതയുടെ ഒരു ഐഡിയ വരുന്നതൊക്കെ. യൂറോപ്പ് ഹാഡ് എക്സ്പീരിയൻസ്ഡ് പൊളിറ്റിക്കൽ റെവല്യൂഷൻ. യൂറോപ്പിൽ ഒരുപാട് പൊളിറ്റിക്കലി മാറ്റങ്ങളും യുദ്ധം പോലത്തെ ഒരു സംഭവത്തിലേക്കൊക്കെ പോയിട്ട് വരുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. ഷെല്ലി സപ്പോർട്ടഡ് ഫ്രീഡം ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഷെല്ലി സപ്പോർട്ട് ചെയ്തത് പൊളിറ്റിക്സ് എന്നുള്ളതിലുപരി മനുഷ്യർക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടണം എന്നൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഷെല്ലി. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ് ബൈ പൊളിറ്റിക്കൽ ഒപ്രഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരാനാണെങ്കിൽ പോലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആൾക്കാരെ അടിച്ചമർത്തുന്നതിനെതിരായിട്ട് സംസാരിച്ച വ്യക്തി കൂടിയാണ് ഷെല്ലി. ദെൻ ഹി ഹോപ്ഡ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അദ്ദേഹം ഈ നാട്ടിൽ പുതിയൊരു ഫ്യൂച്ചർ വരണം എന്നാഗ്രഹിച്ചിരുന്ന ആൾ കൂടിയാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി കവിതയുടെ ഫോം ആൻഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 5 ക്യാൻറ്റോസിലാണ് എഴുതി. ഇപ്പം നമ്മൾ
മലയാളത്തിൽ ഖാണ്ഡം എന്ന് പറയുന്ന ആ ഒരു സെയിം സംഭവമാണ്. 5 ഖാണ്ഡമായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഓരോ ക്യാൻറ്റോയിലും 14 വരികളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊരു റൈം സ്കീമുണ്ട്. ടെർസ റൈമ എന്നാണ് ആ ഒരു റൈം സ്കീമിനെ പറയുന്നത്. ABA BCB CDC DED EE ഇതാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത്. ഓർക്കാൻ എളുപ്പമാണ്. ആദ്യം എന്താണ്, 2A നടുക്ക് B, അത് കഴിഞ്ഞിട്ട് 2B നടുക്ക് C, 2C നടുക്ക് D, 2D നടുക്ക് E, അടുത്ത് വെറും EE. 14 വരിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റൈം സ്കീം നമുക്ക് ഓർമ്മ കിട്ടേണ്ടതാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. സോ ദെൻ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ വരികളൊന്നും എടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം വലിയൊരു കവിത ആയതുകൊണ്ട് തന്നെ ബേസിക്കലി അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. സോ ആദ്യത്തെ ക്യാൻറ്റോയിൽ വിൻഡിനെ പറ്റിയിട്ടും എർത്തിനെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത്. സോ ദ പോയറ്റ് അഡ്രസ്സസ് ദ വെസ്റ്റ് വിൻഡ് ആസ് വൈൽഡ് സ്പിരിറ്റ്. സോ അതും ഒരു ക്വസ്റ്റ്യനായിട്ട് കിട്ടാം. എങ്ങനെയാണ് അദ്ദേഹം വെസ്റ്റ് വിൻഡിനെ എന്തായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്? വൈൽഡ് സ്പിരിറ്റ് എന്നാണ്. ദ വിൻഡ് ഡ്രൈവ്സ് ഡെഡ് ഓട്ടം ലീവ്സ് അക്രോസ് ദി എർത്ത്. അപ്പോൾ ഓട്ടം സമയമാണ്, ഇലകൾ പൊഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു സമയമാണ്. അത് എന്താ ചെയ്യുന്നത്, വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓട്ടം ലീവ്സിനെ, തറയിൽ കിടക്കുന്ന എല്ലാ ലീവ്സിനെയും എടുത്ത് പറത്തി ഉയർത്തിയെടുത്ത് എവിടെ കൊണ്ടുപോകുന്നുണ്ട്, ഭൂമിയുടെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ട് കളയാനോ അല്ലെങ്കിൽ കൊണ്ടിടാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. ദ ലീവ്സ് ആർ കമ്പയർഡ് ടു ഗോസ് ഫ്ലീങ് ഫ്രം ആൻ എൻചാൻറ്റർ. സോ ഇവിടെ 1-2 കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഈ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഇലകളെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രേതം, ഒരു സ്ഥലത്ത് നിന്നും ഓടിച്ചു വിടുന്ന പ്രേതങ്ങൾ പറന്നു പോകുന്നത് പോലെ അദ്ദേഹം ഉപമിക്കുന്നുണ്ട്. ദെൻ ഡിസീസ്ഡ് ആൻഡ് ഡൈയിങ് ക്രീച്ചേഴ്സ്, മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ക്രീച്ചേഴ്സിനെ പോലെയും അദ്ദേഹം ഈ പറന്നു പോകുന്ന ഇലകളെ പറയുന്നുണ്ട്. ദ വിൻഡ് റിമൂവ്സ് ദ ഡെഡ് ലീവ്സ് ആൻഡ് ക്യാരീസ് സീഡ്സ് അണ്ടർഗ്രൗണ്ട്. ഇനി അത് മാത്രമാണോ, ഈ ഡെഡ് ലീവ്സിനെ മാത്രമല്ല ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോകുന്നത്, വിത്തുകളെയും കൊണ്ടുപോകുന്നുണ്ട്. സോ നമ്മൾ ചെറുപ്പത്തിലും പഠിക്കുന്നതാണ്, പോളിനേഷനിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തി വിൻഡാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഉള്ള ഒരു വിത്തിനെ, ഉണങ്ങിയിരിക്കുന്ന വിത്തിനെ വിൻഡ് പറത്തിയെടുത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു. അവിടെ നിന്നും അത് വളർന്ന് മറ്റൊരു ചെടിയായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് ഡിസ്ട്രോയറുമാണ് എന്നാൽ ക്രിയേറ്ററുമായിട്ട് മാറുന്നുണ്ട്. സോ ദ സീഡ്സ് അപ്പിയർ ഡെഡ് ഡ്യൂറിങ് വിൻറ്റർ, ദേ വിൽ ഗ്രോ അഗെയിൻ ഇൻ സ്പ്രിങ്. സോ നമ്മൾ നോക്കുമ്പോൾ അത് ജമന്തി, ഇനി മാങ്ങ ചെടി എന്ന് പറയുന്നൊരു ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിത്ത് തറയിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെടി മുഴുവനായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു കഴിഞ്ഞു, ഇനി ഈ ചെടിക്ക് ഒരു ജീവിതം ഇല്ലയെന്ന് കരുതുമ്പോൾ ഓട്ടം കഴിഞ്ഞ് സ്പ്രിങ് എത്തുമ്പോഴേക്കും പുതിയ ചെടിയായിട്ട് ഇഷ്ടംപോലെ ചെടികളായിട്ട് ഒരെണ്ണം നിന്നെടുത്ത് ഒരു 10 എണ്ണമായിട്ട് അത് മടങ്ങി വരുന്നുണ്ട്. സോ ഈ വിൻഡിനെ വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾ കരുതും ഈ വിൻ്റർ ടൈമിൽ അല്ലെങ്കിൽ ഓട്ടം ടൈമിൽ ഇതൊക്കെ നശിച്ചല്ലോ എന്ന് കരുതുമ്പോൾ ഈ സീഡിനെ എല്ലാം വിൻഡ് എങ്ങോട്ടേക്കോ പറത്തി എടുത്തുകൊണ്ട് പോയിട്ട് സ്പ്രിങ് സമയത്ത് എത്തുമ്പോഴേക്കും പൂത്ത് വീണ്ടും റീഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, കാറ്റ് ഒരേ സമയം 2 രീതിയിൽ അവിടെ വരുന്നുണ്ട്. ഒന്ന് ഡിസ്ട്രോയർ ഓഫ് ഓൾഡ് ലൈഫ്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഓൾഡ് ലൈഫ് അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി നിന്ന ചെടിയെ എന്ത് ചെയ്യുന്നുണ്ട്, പറത്തി കളഞ്ഞ് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് പ്രിസേർവ്സ് ദ സീഡ്സ് ഓഫ് ന്യൂ ലൈഫ്. എന്നാൽ അതേസമയം ഈ പറത്തി എടുത്തുകൊണ്ട് പോയ വിത്തുകളെ മറ്റെവിടെയോ കൊണ്ടുവച്ചിട്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ഈ കാറ്റ് തന്നെയാണ്. അതുകൊണ്ട് സെയിം ടൈം ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ദി വിൻഡ് ഈസ് എ ഡിസ്ട്രോയർ ആൻഡ് പ്രൊട്ടക്ടർ ഓർ ക്രിയേറ്റർ ഓഫ് ലൈഫ്. ഒരു ഓൾഡ് ലൈഫിനെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു ന്യൂ ലൈഫിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പറയുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബർത്ത്. ഒന്നും ഡെസ്ട്രക്ഷൻ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് അവസാനമല്ല, ഒരു റീബർത്ത് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ആദ്യത്തെ സ്റ്റാൻസ വരുന്നത്. സ്റ്റാൻസല്ല ക്യാൻറ്റോ. രണ്ടാമത്തെ ക്യാൻറ്റോയിൽ സംഭവിക്കുന്നത്, അദ്ദേഹം വിൻഡിനെ പറ്റിയിട്ടും സ്കൈനെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത്. ദ പോയിറ്റ് ഡിസ്ക്രൈബ്സ് ദ എഫക്റ്റ് ഓഫ് ദ വിൻഡ് ഓൺ ദി സ്കൈ. ഈ കാറ്റ് ആകാശത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ക്യാൻറ്റോയിൽ പറയുന്നത്. സോ ആദ്യത്തെ ക്യാൻറ്റോയിൽ കാറ്റ് എങ്ങനെയാണ് എർത്തിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ സ്കൈ ആയി. The wind gathers clouds and storms. The clouds resemble leaves scattered across the sky, the hair of a fierce goddess. സോ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, കാറ്റടിച്ചിട്ട് മേഘങ്ങളെല്ലാം, ഈ മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല കാർമേഘങ്ങൾ വരും. ആ സമയത്ത് കാറ്റടിച്ച് കഴിഞ്ഞാൽ അറിവുള്ളവരിങ്ങനെ പറയും, ഈ കാറ്റ് വന്നിട്ട് ഇതായി മേഘങ്ങളെ പറത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, പെയ്യത്തില്ല എന്ന്. സോ അത് തന്നെയാണ് ഇവിടെയും. കാറ്റിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, മേഘങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് സ്കാറ്റർ ചെയ്യിപ്പിക്കാനും ഒന്നിച്ച് കൂടിപ്പിക്കാനുമുള്ള കഴിവ് കാറ്റിനുണ്ട്. ഇനി അതിനെ പറയുന്ന ഈ ഒരു മേഘത്തിനെ പറയുന്നത് ഹെയർ ഓഫ് എ ഫിയേഴ്സ് ഗോഡസ് എന്നാണ്. ഏതോ ഒരു ആകാശത്ത് എവിടെയോ ഉള്ള ഏതോ ഒരു കുറച്ച് അത്യാവശ്യം ഫിയേഴ്സായിട്ട് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ദേവിയുടെ മുടിയായിട്ടും കൂടി ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്.
ദി അപ്രോച്ചിങ് സ്റ്റോം സജസ്റ്റ് പവർഫുൾ നാച്ചുറൽ എനർജി. സോ ഈ മേഘങ്ങളെല്ലാം കൂട്ടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും വലിയൊരു മഴ എന്ന് പറഞ്ഞാലും പോരാ, പേമാരിയായിട്ട് മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഒരു കാറ്റിനുണ്ട്. ദ സ്കൈ അപ്പിയേഴ്സ് റെഡി ഫോർ റെയിൻ, തണ്ടർ ആൻഡ് ലൈറ്റിങ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഈ കാറ്റിന് എല്ലാവരെയും, ഇവിടെ കാറ്റിനെ പേഴ്സോണിഫൈ ചെയ്യുവാണ്, ഒരു മനുഷ്യനെ പോലെ കൂട്ടി വെച്ചിട്ട് മഴ പെയ്യ്ക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തി കൂടിയാണ് കാറ്റെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ദ വിൻഡ് കൺട്രോൾസ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇമ്മെൻസ് പവർ. സോ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയൊരു പുള്ളിയല്ല, ഒരുപാട് പവറുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് ഇവിടെ ഇപ്പം മഴ പെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കാറ്റിനുണ്ട്. സോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ, മഴ പെയ്തോട്ടെ, ഇടിയും വെട്ടേണ്ട, കാറ്റും അടിക്കേണ്ട. കാര്യം എന്താ സംഭവിക്കുക നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല. സോ അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡോയിൽ പറയുന്നത് പവർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. എന്തൊക്കെ ഉള്ള പവറുണ്ട്? മേഘങ്ങൾ ഒത്തുകൂടിക്കാൻ പറ്റും, അങ്ങനെ മഴ പെയ്യിപ്പിക്കണോ, ഒരു സ്ഥലം ഇനി രക്ഷപ്പെടണോ വേണ്ടേ തീരുമാനിക്കാനുള്ള ഡിസൈഡിങ് പവർ നമ്മുടെ വെസ്റ്റ് വിൻഡിനുണ്ട്. സോ ഇനി ദ വിൻഡ് ആൻഡ് ദ സീ. സോ എർത്ത് കഴിഞ്ഞു, സ്കൈ കഴിഞ്ഞു. മൂന്നാമത്തെ ക്യാൻഡോയിൽ സീയുമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ദ പോയറ്റ് ടേൺസ് ടു ദ സീ. ദ മെഡിറ്ററേനിയൻ സീ സ്ലീപ്സ് പീസ്ഫുള്ളി അണ്ടിൽ ദ വെസ്റ്റ് വിൻഡ് അവേക്കൻ ഇറ്റ്. സോ ഏത് കടലെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ആ കടൽ വളരെ ശാന്തമായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ അവിടേക്ക് ആരെത്തുന്നുണ്ട്? വെസ്റ്റ് വിൻഡ് എത്തിയിട്ടാണ് ആ കടലിനെ ഒന്ന് ഉണർത്തിയെടുക്കുന്നത്. ദ വിൻഡ് ഓൾസോ ഡിസ്റ്റർബ്സ് ദി അറ്റ്ലാന്റിക് ഓഷൻ. ഇനി മെഡിറ്ററേനിയൻ സീ മാത്രമല്ല, ഓഷൻ, ആ വലിയ സമുദ്രത്തിനെ പോലും, അറ്റ്ലാന്റിക് സമുദ്രത്തിനെ പോലും ഉണർത്തിയെടുക്കാനുള്ള ഒരു കഴിവ് ഇവിടെ വിൻഡിനുണ്ട്. സോ ഡീപ്പ് ബിനീത്ത് ദ വാട്ടർ സീ പ്ലാന്റ്സ് ട്രംബിൾ. സോ നമ്മൾ നോക്കുമ്പോൾ കടലിൻ്റെ പുറത്തുകൂടി കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്തായാലും തിരമാലകൾ എപ്പോഴും ഉള്ളതാണല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഉള്ളിലോട്ട് നോക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിലുള്ള ചെടികൾ, ഒരുപാട് കടലിന് താഴോട്ട് എത്തുമ്പോഴത്തേക്കും എന്താണ്, മണ്ണും ഒക്കെ കാര്യങ്ങളുണ്ട്, അവിടെ ചെടികളുണ്ട്. ആ ചെടികൾ വരെ ആടി ഉലയുന്നുണ്ട്. സോ കടലിനും ഒരുപാട് കിലോമീറ്റർ അടിയിലാണ് ഈ ചെടികൾ വരുന്നത്. പക്ഷെ അവ പോലും ഈ ഒരു കാറ്റ് കാരണത്താൽ വിറയ്ക്കുന്നുണ്ട്. ദി ഓഷ്യൻ വെജിറ്റേഷൻ ബെൻസ് ബിഫോർ ദ വിൻഡ്സ് ഫോഴ്സ്. അപ്പോൾ കാറ്റ് വരുമ്പോഴത്തേക്ക് ഓഷനിലുള്ള മുഴുവൻ വെജിറ്റേഷൻ അല്ലെങ്കിൽ എല്ലാ അവിടെ വരുന്ന ജീവജാലങ്ങളെല്ലാവരും ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് താഴത്തേക്ക് പോകുന്നുണ്ട്. മുകളിൽ നിന്നിട്ട് കാര്യമില്ല, വലിയ കാറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് പോയിട്ട് അവരൊന്ന് മാറി ഇരുന്ന് കൊടുക്കുകയാണ്, നീങ്ങി ഇരുന്നിട്ട് ആ കാറ്റൊന്ന് അടിച്ചിട്ട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ സമാധാനത്തിൽ ഇരിക്കുകയാണ്. സോ ദ സിഗ്നിഫിക്കൻസ് ഹിയർ ഈസ് ദ വിൻഡ് റൂൾസ് നോട്ട് ഓൺലി ദ എർത്ത് ആൻഡ് സ്കൈ ബട്ട് ഓൾസോ ദ സീ. അപ്പോൾ ഇവിടെ പറയുന്നത് കാറ്റെന്ന് പറയുന്നത് ഭൂമിയെയും ആകാശത്തിനെയും മാത്രം നിയന്ത്രിക്കുന്ന ഒരാളല്ല, കടലിനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വിൻഡിനുണ്ട്. അപ്പം നിങ്ങൾ ഈ ചുഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാറ്റിൻ്റെ കൺട്രോളിലേക്ക് കടൽ വരുമ്പോഴാണ് ഈ ചുഴികളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. സോ ഇവിടെ യൂണിവേഴ്സൽ പവർ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ മൊത്തത്തിലുള്ളൊരു യൂണിവേഴ്സൽ പവറിനെ പറ്റിയിട്ടും ഈ ഒരു ക്യാൻഡോയിൽ പറയുന്നുണ്ട്. ഇനി നാലാമത്തെ ക്യാൻഡോയിൽ എത്തുമ്പോഴേക്കും ദി പോയറ്റ്സ് പേഴ്സണൽ അപ്പീൽ. സോ ഈ 3 ക്യാൻഡോയും ഓർക്കാൻ എളുപ്പമാണ്. ആദ്യം എർത്തിനെ പറ്റി പറഞ്ഞു, പിന്നീട് ആകാശത്തിനെ പറ്റി പറഞ്ഞു, അത് കഴിഞ്ഞ് കടലിനെ പറ്റി പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം അപ്പീലിനെ പറ്റിയിട്ട് പറയുന്നു. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. സോ ദ പോയം നൗ ബിക്കംസ് പേഴ്സണൽ. ഇനി അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഷെല്ലി വിഷസ് ഹി കുഡ് ബി 3 കാര്യങ്ങൾ ആയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എ ലീഫ് ക്യാരീഡ് ബൈ ദ വിൻഡ്. ഈ കാറ്റ് പറത്തിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇലയായിട്ട് മാറാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാറ്റിന് ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഘമായിട്ട് മാറാൻ പറ്റിയെങ്കിൽ, ഇനി അതുമല്ല കാറ്റ് കാരണം അലയടിക്കേണ്ടി വരുന്ന ഒരു തിരമാലയായിട്ട് മാറാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ 3 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആസ് എ യങ് മാൻ ഹി ഫെൽറ്റ് ഫ്രീ ആൻഡ് എനർജറ്റിക് ലൈക്ക് ദ വിൻഡ്. കാരണം അദ്ദേഹത്തിന് തോന്നിക്കൊണ്ടിരുന്നത് ഞാൻ കാറ്റിനെ പോലെയാണ്, ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയാണോ? നമ്മൾ ചെറുപ്പത്തിൽ വിചാരിക്കും, ഓക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എല്ലാം ഇനി എൻ്റെ റൂൾസാണ്, മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ വിചാരിച്ചിരിക്കും. അല്ലെങ്കിൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആണ്, ഇതെന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കത്തില്ല. നമ്മൾ ആ പോയിന്റിലേക്ക്, റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കുമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ബർഡൻഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്, വെയ്ഡ് ഡൗൺ ബൈ ലൈഫ് ട്രബിൾസ്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ആദ്യം കാറ്റുമായിട്ട് ഉപമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ലൈഫ് കാരണം ഒരുപാട് ബേർഡൻസ് ആണ്, നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും 100 റെസ്ട്രിക്ഷൻസ് വരും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ അത് ചെയ്യണ്ട, കാരണം അത് ശരിയാവില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. പിന്നെ എപ്പോഴും ഒരു തളർച്ചയാണ്. കാര്യം എന്താ, നമ്മുടെ മൈൻഡിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു തളർച്ച ഉണ്ടാകും. ദെൻ ലൈഫിൽ വരുന്ന കുറേ ട്രബിൾസ് ഉണ്ട്.
ലൈഫ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിൻഡിന് പറന്ന് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് പറന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വെയ്റ്റ്ലെസ് ആയിരിക്കണം, എന്നാലേ ഫ്ലോട്ട് ചെയ്ത് പറന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മനുഷ്യന്മാരെങ്ങനെയാണ്? ഭയങ്കര വെയ്റ്റ് ആണ്. ഒന്നുകിൽ ആൾക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഉയരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ തളർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തായിരുന്നെങ്കിൽ ഇനി കാറ്റായിട്ട് പറന്ന് നടക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ കാറ്റ് പറത്തി വിടുന്ന ഒരു ഇലയോ അല്ലെങ്കിൽ ആകാശത്തെ മേഘമോ, ഇനി അതുമല്ല കടലിലെ ഒരു തിരമാലയോ ആയിട്ട് മാറിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ ക്യാൻഡോയിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനുണ്ട്, ഐ ഫാൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ്. എനിക്കെന്താ സംഭവിച്ചത്? പറന്ന് നടക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറക്കാനല്ല പറ്റിയത്, ഞാൻ വീണ് പോകുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ വീണത് എവിടേക്കാണ്? മുള്ളിലേക്കാണ് ഞാൻ വീണത്. ഏത് മുള്ളാണ്? ജീവിതമാകുന്ന ജീവിതത്തിൻ്റെ മുള്ളിലേക്കാണ് ഞാൻ വന്ന് വീണിട്ടുള്ളത്. അപ്പം മുള്ളിലേക്ക് വീണ് പോയ ഒരാളിന് എന്ത് സംഭവിക്കും? ഐ ബ്ലീഡ്. അപ്പോൾ ഞാൻ എന്താണ്, എൻ്റെ ചോര വാർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈഫിൻ്റെ തുടക്കത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, പക്ഷെ ആ തുടക്കം തന്നെ ഒരു മുള്ളിലേക്ക് വീണ പോലെയാണ്, ഞാൻ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണിത്. സോ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, പോയിറ്റ് ലോങ്സ് ടു റീഗെയിൻ ദ ഫ്രീഡം ആൻഡ് എനർജി ഹി വൺസ് പൊസസ്ഡ്. സോ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? വളരെ സന്തോഷമായിരുന്നു. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം? ഓടി നടക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ബഹളം വയ്ക്കാം, കരയാം, ചിരിക്കാം. ഇപ്പം നമ്മളെന്താണ്, ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ഫുൾ റെസ്ട്രിക്ഷൻസ് ആണ്. സോ ദ പോയിറ്റ് ഈസ് ലോങ്ങിങ് ഫോർ ദി ഫ്രീഡം ഹി വൺസ് ഹാഡ്. അപ്പോൾ വിചാരിക്കുന്നത് ഇനി ഞാൻ വളരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന് വളർന്ന് ഈ ഒരു മൊമെൻറ്റ് എത്തിയപ്പോഴാണ് നമ്മുടെ പോയിറ്റിന് മനസ്സിലാവുന്നത്, ഒന്നുമല്ല, വിചാരിച്ചതുപോലെ ഒരു ഫ്രീഡവും കിട്ടാനും പോകുന്നില്ല. കിട്ടിയിരുന്ന ഫ്രീഡം പോലും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയാണ് അവസാനത്തെ ക്യാൻഡോ. സോ ഇവിടെ ഇറ്റ്സ് ബേസിക്കലി എ പ്രെയർ ഫോർ ഇൻസ്പിറേഷൻ. ഒരു പ്രാർത്ഥന പോലെയാണ് അദ്ദേഹം ഈ ഒരു ക്യാൻഡോ എഴുതിയിട്ടുള്ളത്. ദ പോയിറ്റ് ഹാസ് ദ വിൻ ടു ബിക്കം വൺ വിത്ത് ഹിം. സോ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം, കാറ്റ് നീ എന്നെയും കൂടെ നിന്നിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുമോ? നമുക്ക് 2 പേർക്കും ഒന്നാകാൻ പറ്റുമോ? മേക്ക് മീ തൈ ലയർ. സോ എ ലയർ ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു വീണ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ആ ഒരു ലുക്ക് വരുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ലയർ. അത് മീട്ടുന്നത് പോലെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് എന്നെ നിനക്ക് മാറ്റാൻ പറ്റുമോ? ജസ്റ്റ് ആസ് ദ വിൻഡ് പ്രൊഡ്യൂസേഴ്സ് മ്യൂസിക് ത്രൂ ഫോറസ്റ്റ്, ഷെല്ലി വാണ്ട്സ് ഇറ്റ് ടു ക്രിയേറ്റ് പോയിട്രി ത്രൂ ഹിം. സോ ഇപ്പോൾ വീടുകളിൽ കണ്ടിട്ടുണ്ട്, എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളൊരു സംഭവം, എനിക്കതിൻ്റെ കറക്റ്റ് പേര് പറഞ്ഞു തരാൻ അറിയില്ല, ഫ്രണ്ടിലൊക്കെ ഉണ്ട്, കാറ്റടിക്കുമ്പോഴത്തേക്കും നിങ് 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 എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് കേൾക്കുന്നത്. അതിൻ്റെ പല ടൈപ്പിലുണ്ട്. കളിമണ്ണിലുള്ളതുണ്ട്, ചെറിയ ഉരുണ്ടയായിട്ട് വരുന്ന മുത്തുകളിലുള്ളതുണ്ട്, ഇനി അതല്ല ഒരു സ്റ്റീൽ പോലെ കിടക്കുന്നതുണ്ട്. സോ എനിക്കെൻ്റെ പേരറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിലെന്ന് പറയൂ കേട്ടോ. ആ ഒരു സംഭവത്തിലേക്കും ആ കാറ്റ് തട്ടിയാലാണ് അതിൻ്റെ മ്യൂസിക് വരിക. ഇനി ഫ്ലൂട്ട് എടുക്കാം, കാറ്റുള്ളിലൂടെ പോകുമ്പോഴേക്കുമാണ് ഫ്ലൂട്ടിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുക. ഇനി ബാമ്പുവിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് പോകുമ്പോഴത്തേക്കും അതും ഒരു മ്യൂസിക്കായിട്ട് കേൾക്കാൻ പറ്റും. കാട്ടിനാവട്ടെ എവിടെയെങ്കിലും കാറ്റ് പോകുന്നിടത്തു നിന്ന് നമുക്കൊരു മ്യൂസിക് കേൾക്കാനായിട്ട് പറ്റും. സോ അതുപോലെ ഷെല്ലി വാണ്ട്സ് ഇറ്റ് ടു ക്രിയേറ്റ് പോയിട്രി ത്രൂ ഹിം. സോ എനിക്ക് എന്താവാൻ പറ്റുന്നില്ല? കാറ്റാവാൻ പറ്റുന്നില്ല. സോ കാറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ ഒരു ഓടക്കുഴൽ പോലെ എന്നെയും ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കാറ്റ് എന്നിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഞാനും ഒരു പൊയട്രി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഞാനൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് മാറുന്നുണ്ട്. സോ ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കാറ്റ് പോകുന്ന സ്ഥലത്തിലെല്ലാം മ്യൂസിക് ഉണ്ടാക്കാനുള്ള പവർ കാറ്റിനുണ്ട്. അതുകൊണ്ട് എന്നെ ലയർ എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കുക, എന്നിട്ട് എന്നിലൂടെ കാറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നിലൂടെയും പൊയട്രി പുറത്തേക്ക് വരും, അല്ലെങ്കിൽ മ്യൂസിക് പുറത്തേക്ക് വരും. സോ അങ്ങനെ എന്നെ മേക്ക് മീ ആൻ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഹി ആസ് ദ വിൻ ടു ക്യാരി ഹിസ് തോട്ട്സ്. സോ എന്നിലൂടെ കടന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു മ്യൂസിക്കല്ലേ പുറത്തേക്ക് വരിക. ഇൻ ദ സെൻസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീട്ടിലൊക്കെ ഉള്ളൊരു സംഭവത്തിൽ കളിമണ്ണിൽ വീഴുമ്പോഴത്തേക്കും വരുന്ന, കളിമണ്ണിലൂടെ കാറ്റ് പോകുമ്പോൾ ഉള്ള സൗണ്ടല്ല ഒരു സ്റ്റീലിലൂടെ പോകുമ്പോൾ ഉള്ളത്, ഫ്ലൂട്ടിലൂടെ പോകുമ്പോൾ അത് വേറൊന്ന്. അപ്പോൾ ഏതിലൂടെയാണോ കാറ്റ് കടന്നു പോകുന്നത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പുറത്തേക്ക് ഒരു പൊയിട്രി അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു റിസൾട്ട് എത്തിക്കാൻ കാറ്റിന് പറ്റും. സോ നമ്മുടെ ഷെല്ലിയുടെ ഉള്ളിലൂടെ കാറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ കാറ്റിന് സാധിക്കും. രണ്ടാമത്തെ കാര്യം, സ്പ്രെഡ് ഹിസ് മെസ്സേജ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് ഉണ്ട്, ലോകത്തിലുള്ള എല്ലാവർക്കും ഫ്രീഡം കിട്ടണം എന്ന് പറയാനുള്ളൊരു സ്പിരിറ്റ് അദ്ദേഹത്തിനുണ്ട്. ആ സ്പിരിറ്റ് പുറത്തേക്ക് എത്തിക്കൂ. ദെൻ ഇൻസ്പയർ പീപ്പിൾ. സോ എന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു കാറ്റ് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ ഉതകുന്നതാണ്. സോ അതിലേക്ക് പോവുക. ദെൻ ബ്രിങ് സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ റിന്യൂവൽ. ഈ നാട് മുഴുവൻ നശിച്ച് കിടക്കുന്ന ഈ നാടിനെ
മാറ്റാൻ പറ്റുന്ന, റിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സ്പിരിറ്റായിട്ട് മാറ്റാൻ എന്നിലൂടെ കടന്നു പോകുന്ന ഈ കാറ്റിന് സാധിക്കും. സോ അങ്ങനെ പ്ലീസ് എന്നിലൂടെ തന്നെ കടന്നു പോകൂ. എന്നിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈനാണ്, ഇതൊന്ന് നോക്കി വയ്ക്കാം. ഇതിൻ്റെ എൻഡിങ് ലൈനാണ്, കവിതയുടെ എൻഡിങ് ലൈനാണിത്. ഏറ്റവും ഫേമസ് ആയിട്ട് ഓഫൻ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ലൈൻ കൂടിയാണ്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്. സോ നമ്മളെല്ലാവരും പറയുന്നത്, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഒരുപാട് നമുക്കൊരു താഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു ഉയർച്ച എന്തായാലും വരും. സോ നമ്മളിങ്ങനെ പറയും, ഒരു ഇറക്കുണ്ടെങ്കിൽ ഒരു തേരിയുണ്ട് എന്ന് പറയുന്നൊരു സംഭവമാണ്. സോ ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ബിഹൈൻഡ്. സോ വിൻ്റർ എന്ന് പറഞ്ഞ സീസൺ വന്ന്, ഓട്ടം വന്ന് എല്ലാ ചെടികളും എല്ലാം കരിഞ്ഞ് പോയിട്ട് ഇലകളെല്ലാം പൊഴിഞ്ഞ് നശിച്ച് നിൽക്കുന്നു. അതങ്ങനെ അങ്ങ് ഡയറക്റ്റായിട്ട് എവർലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നില്ലല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും? ഒരു വിൻ്റർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു സ്പ്രിങ് വരും. ഈ കൊഴിഞ്ഞു പോയ എല്ലാ പൂക്കളും അതിൻ്റെ 10 മടങ്ങ് ഉയർത്തെണീറ്റ് വരുന്ന ഒരു സമയം എത്തിയിരിക്കും. അങ്ങനെ ഒരു ഹോപ്പിലാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. സോ വിൻ്ററിനെ പറ്റി പറഞ്ഞു, അവസാനം സ്പ്രിങ്ങിലേക്ക് എത്തും ആ ഒരു പ്രതീക്ഷയിലാണ്. എല്ലാ ദിവസവും ഒന്നുപോലെ ആവില്ലല്ലോ, ഒരു മാറ്റം വരും എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. സോ ഇവിടെ ഇനി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വിൻ്റർ എന്തിനൊക്കെയാണ് സിംബലൈസ് ചെയ്തത്? ഡെത്ത്, സഫറിങ്, ഒപ്രഷൻ. അങ്ങനെ ഒരു വിൻ്ററിൻ്റെ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി സ്പ്രിങ് എങ്ങനെയാണ് വരുന്നത്? ഹോപ്പ്, റിന്യൂവൽ, ഫ്രീഡം. 3 കാര്യങ്ങൾ. അതായത് ബെറ്റർ ഡേയ്സ് ആർ ഫോളോയിങ്. എത്രയൊക്കെ നമ്മൾ അവസ്ഥപ്പെട്ട് പോയി കഴിഞ്ഞാലും അനുഭവിച്ചാലും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ഡേയ്സ് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേജർ തീംസ് എന്തൊക്കെയാണ്? പവർ ഓഫ് നേച്ചർ, വിൻഡിനെ എർത്തായിട്ട്, സ്കൈ ആയിട്ട്, സീ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡെസ്ട്രക്ഷൻ ആൻഡ് ക്രിയേഷൻ. ഒരേ സമയം കാറ്റ് ഒരു ക്രിയേറ്ററുമാണ് എന്നാൽ ഡിസ്ട്രോയറുമാണ്, ആ ഒരു കാര്യം പറയുന്നുണ്ട്. ദെൻ റെവല്യൂഷൻ ആൻഡ് ചേഞ്ച്. വിൻഡിനെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ അദ്ദേഹം പറയുന്ന കാര്യം ലോകം മുഴുവനായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു വെസലായിട്ടാണ് നമ്മുടെ കാറ്റിനെ ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഓൾഡ് ഓർഡർ മസ്റ്റ് ബി ഡിസ്ട്രോയിഡ് ഫോർ എ ബെറ്റർ സൊസൈറ്റി. നാട്ടിൽ വന്നിരുന്ന കുറേ കാര്യങ്ങൾ നശിച്ചാലേ, അതിനെ മുഴുവനായിട്ട് നശിപ്പിച്ചാലേ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു കാലഘട്ടം നിർമ്മിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ പോയറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ. ഷെല്ലി കാറ്റിനെയാണ് ഇൻസ്പിറേഷനായിട്ട് കണക്കാക്കുന്നത്. കാറ്റ് എൻ്റെ ഉള്ളിലൂടെ പോയിട്ട് എന്നെ കൊണ്ടും പോയിട്രി എഴുതിപ്പിക്കൂ എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. ദെൻ ഹോപ്പ് ആൻഡ് റിന്യൂവൽ. ഇനി എന്തൊക്കെ സഹിച്ചു കഴിഞ്ഞാലും എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം എങ്ങനെയാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ മാറുന്നൊരു കാലം വരും എന്നൊരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇനി സിംബൽസ് നോക്കിയാൽ വെസ്റ്റ് വിൻഡ്, പ്രകൃതിയുടെ പവർ, റെവല്യൂഷൻ, ചേഞ്ച്, ഇൻസ്പിറേഷൻ, ഫ്രീഡം, ഇതെല്ലാമായിട്ട് വിൻഡിനെ പറയുന്നുണ്ട്. ഡെഡ് ലീവ്സിനെ ഇവിടെ ഓൾഡ് ഐഡിയാസ് ആയിട്ടും കറപ്ഷനായിട്ടും പറയുന്നുണ്ട്. അത് പറന്ന് പൊക്കോട്ടെ, എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി അതങ്ങൾ നശിച്ചു പോട്ടെ. DK, ഡെത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ സീഡ്സ് ആണെങ്കിലോ ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ്. ഇനി വിൻ്റർ സഫറിങ് ആണ്, ഒപ്രഷനാണ്, ഡെത്താണ്. സ്പ്രിങ് ആണെങ്കിലോ റീബർത്ത്, ഫ്രീഡം, ഹോപ്പ്. ഇനി ലയർ, ആ പേര് മറന്നു പോരുത്. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറ്റാനാണ് അദ്ദേഹം പറയുന്നത്? ലയർ, LYRE. അപ്പോൾ പൊയട്രി ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷനൊക്കെയാണ് ലയർ. ഇനി ഇവിടെ അപ്പോസ്ട്രഫി എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വസ്തുവിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. സോ ഇവിടെ കാറ്റിനെ കാറ്റേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്, അതിനെയാണ് അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ, വെസ്റ്റ് വിൻഡിന് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സിമിലീസ് വരുന്നുണ്ട്, അതായത് ലൈക്ക് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മെറ്റഫേഴ്സ് വരുന്നുണ്ട്, ഒരു ഉപമ തന്നെയാണ് അതും. റെവല്യൂഷനുമായിട്ട് നമ്മൾ വിൻഡിനെ ഉപമിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇമേജറീസ് വരുന്നുണ്ട്, ഫ്ലൈയിങ് ലീവ്സിൻ്റെ ഇമേജറീസ്, സ്റ്റോം ക്ലൗഡ്സ്, ഓഷൻ വേവ്സ്, കാട്ടിലൂടെയൊക്കെ കാറ്റ് പോകുമ്പോഴത്തേക്കും മ്യൂസിക് കേൾക്കുമെന്ന് പറയുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു കവിതയിലുള്ളത്. ഇനി അടുത്ത് നോക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ്: റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ഇൻ ദി പോയം. എന്തൊക്കെ റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ഉള്ളൊരു കവിതയാണ് ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കാര്യം ലവ് ഓഫ് നേച്ചർ, പ്രകൃതിയെ പറ്റിയിട്ടും പ്രകൃതിയിലെ സീസൺസിനെ പറ്റിയിട്ടും ഒക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇമാജിനേഷൻ, ഇമോഷൻ, ഇൻഡിവിജ്വലിസം, റെവല്യൂഷണറി സ്പിരിറ്റ്, ഇതൊക്കെയാണ് റൊമാൻറ്റിക് കവിതകളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. പിന്നെ എന്താ? ബിലീഫ് ഇൻ ഫ്രീഡം, എല്ലാവർക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യം. അതായത് ഒറ്റയ്ക്ക് ഒരാളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, മുഴുവൻ കളക്റ്റീവായിട്ട് ഓരോ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പ്രകൃതിയുടെ ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പ്രകൃതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാൻ പറ്റും, തൊട്ടടുത്ത് തന്നെ അതിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഒരു മാജിക്കൽ പവറിനെ പറ്റി സംസാരിക്കുന്നു. ഇനി ചുരുക്കി പറഞ്ഞാൽ
Ode to the West Wind is a romantic ode in which Shelley invokes the powerful west wind as a force of destruction, regeneration, inspiration, and revolutionary change, ending with a message of hope and renewal. സോ ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന സംഭവം കാണാതെ പഠിക്കണം എന്നല്ല, ഓടിച്ച് നോക്കാൻ നിങ്ങൾക്കൊന്ന് ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബേസിക്കായിട്ട് കിട്ടേണ്ട എല്ലാ പോയിൻറ്റ്സും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.